ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമാസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോക്യാഡിലും അതേപോലെ പ്ലാൻസ്വിഫ്റ്റിലും ഏരിയ എങ്ങനെ കാണാം, ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അത് നമുക്ക് ഓട്ടോക്യാഡിൽ നോക്കാം. ഓട്ടോക്യാഡിൽ നമുക്കൊരു കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ആദ്യം പ്ലിന്ത് ലൈന് നേട്ടിട്ടില്ല. നമ്മൾ ഈ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പ്ലിന്ത് ലൈന് വരച്ചിട്ട് അതിന്മേന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ കാണാൻ നോക്കുക, ഏരിയ ഒക്കെ കാണാൻ നോക്കുക. പക്ഷേ ഞാനിപ്പോൾ കാണാൻ പോകുന്നത് പോളി ലൈന് വരച്ചിട്ട് അതിലൂടെ എന്താ പറയുക, അതിൻ്റെ ഏരിയയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ കണ്ടില്ലേ, പോളി ലൈൻ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് വരും. ആ ലൈന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നമുക്ക് ഏതിൻ്റെ ഏരിയ ആണോ കാണേണ്ടത്, ഏതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഇതേപോലെ നമ്മളെന്ത് ചെയ്യാം, എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചുറ്റും ഇത് ഞാനൊരു സൈറ്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ഏരിയ ഒരു സൈറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ആ ഏരിയ മൊത്തത്തിൽ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏരിയ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി, കാണിച്ചു തരാൻ വേണ്ടി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ആ റെക്റ്റാങ്കിൾ മൊത്തം ഒന്ന് ക്ലോസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് LI അമർത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഏരിയൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, LI ലിസ്റ്റ്. ആ LI അമർത്തുമ്പോൾ നമുക്ക് ഏരിയ എന്താണ്, പെരിമീറ്റർ, ആ ഒരു ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത്, പെരിമീറ്റർ അല്ലേ, ആ ഒരു ലെങ്ത്തൊക്കെ കിട്ടും. ആ ലൈനിൻ്റെ ഫുൾ ലെങ്ത്തൊക്കെ കിട്ടും. ഇതൊന്നെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോപ്പി എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, തൊട്ടെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്കതിൽ ഏരിയ കിട്ടി, അതേപോലെ തന്നെ ലെങ്ത്ത് കിട്ടി. ഞാൻ ആദ്യം പ്ലിന്ത് ലൈന് പറഞ്ഞല്ലേ, പ്ലിന്തിലൊക്കെ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്തിട്ടാണ് പോളി ലൈന് വരച്ചിട്ട് ആ ഒരു ഏരിയ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇനിയും ഉണ്ട് മെത്തേഡ് കേട്ടോ. അമർത്തിയിട്ട് നമുക്ക് ഏതിൻ്റെ ഒരു ഏരിയയാണോ കാണേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഇതേപോലെ എന്താ ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എ എന്നുള്ള കമൻറ്റ് കൊടുക്കുക. നമുക്ക് ഏരിയ കാണാനുള്ള ഏരിയ എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾക്ക് രണ്ടാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ കമൻറ്റ്, ഫസ്റ്റത്തെ കമൻറ്റ് കഴിഞ്ഞു, സെക്കൻഡത്തെ കമൻറ്റും കഴിഞ്ഞു. ഇനിയുണ്ട് കേട്ടോ. ഇനിയുണ്ട് എന്ത് ചെയ്യുക, ഇനിയും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ഏരിയ അത് നമുക്ക് പുറത്തോട്ടിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ തന്നെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു അമർത്തിയ ശേഷം ആ ഒരു ഏരിയ അപ്പോൾ കൺട്രോൾ A അമർത്തിയിട്ട് നമുക്കത് മൊത്തത്തിൽ ഏത് ഏരിയ ആണോ സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലെ ഏരിയയാണോ കാണേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡാണ് പറഞ്ഞത്. LI അടിച്ചിട്ടും പറഞ്ഞു, അതേപോലെ A അടിച്ചിട്ട് ഉള്ളതും പറഞ്ഞു. രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ, കൺട്രോൾ A അല്ല കേട്ടോ, A അടിച്ചിട്ടുള്ള കമൻറ്റും പറഞ്ഞു. അങ്ങനെ LIയും അതേപോലെ AAയും തമ്മിൽ നമ്മൾ ഏരിയ കാണേണ്ട മെത്തേഡ് രണ്ടെണ്ണം പറഞ്ഞ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ ഇട്ടിട്ടും ചെയ്യാം, നമുക്ക് അതേപോലെ പുറത്തിട്ടിട്ടും ചെയ്യാം എന്ന് പറഞ്ഞു. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് കംഫർട്ടബിൾ ആവുന്നില്ല എന്ന് വെച്ചാൽ, നമുക്ക് പോളി ലൈന് വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ഏത് ഏരിയയാണോ കാണേണ്ടത് അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഒന്നെങ്കിൽ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പോളി ലൈന് മാത്രമായിട്ട് മൂവ് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് എൻ്റർ അമർത്തിയിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് പുറത്തോട്ടിടാം. അപ്പോൾ കാരണം നമുക്ക് ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഒരു സുഖമായി കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് LI അമർത്തിയിട്ട് കാണാം. അതേപോലെ തന്നെ കമൻറ്റ് കൊടുത്തിട്ടും കാണാം. രണ്ട് രീതിയിലും നമുക്ക് ഇതേപോലെ കാണാം. അത് സെയിം ഏരിയ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ഏത് ഏരിയ ആണോ നമുക്ക് കാണേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ മാത്രമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എന്ത് ചെയ്തു, നമുക്ക് ഇതേപോലെ അമർത്തിയിട്ടും അങ്ങനെ നമ്മൾ അമർത്തിയിട്ട് കമൻറ്റ് അമർത്തിയിട്ട് നമുക്ക് ഏത് ഫസ്റ്റ് പോയിൻ്റ് അമർത്തുക, സെക്കൻഡ് പോയിൻ്റ് അമർത്തുക, തേർഡ് അങ്ങനെ പുറത്ത് അങ്ങനെ നമ്മൾ ഏത് ഏരിയ ആണോ കാണേണ്ടത് അത് അമർത്തി. ഇത് നമുക്ക് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തത്, ഫസ്റ്റ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ചെയ്തു, പിന്നെ അത് മൂവ് ചെയ്ത് പുറത്തിട്ടോട്ടിട്ടും ചെയ്തു. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമുക്ക് വേറെ ഒന്നും ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു, LI അമർത്തിയിട്ടും പഠിച്ചു, അതേപോലെ തന്നെ A അമർത്തിയിട്ടും പഠിച്ചു, പിന്നെ
ഓഫ്സെറ്റ് അമർത്തിയാലും നമുക്ക് ഇതേപോലെ അടിയിൽ കാണില്ല അതേപോലെ ഏരിയ കിട്ടും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കൺട്രോൾ+1 അമർത്തിയാലും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. കൺട്രോൾ+1 അമർത്തിയിട്ട് നമുക്ക് അതെന്താണ് നമ്മൾ പ്രോപ്പർട്ടീസിലോട്ടാണ് പോകുന്നത്. പ്രോപ്പർട്ടീസിൽ നമ്മൾ നമുക്ക് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ കൺട്രോൾ+1 അമർത്തിയാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടും. ആ പ്രോപ്പർട്ടീസിലും നമുക്ക് ഇതിലേപോലെ ഏരിയ കാണാമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിലും നമുക്ക് ഏരിയ കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ മെത്തേഡും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. എന്താ പറയുക, പ്ലാൻസ്വിഫ്റ്റിലും ഇതേപോലെ ഓട്ടോകാഡിലും നമുക്ക് ഏരിയ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെ ഏരിയ കാണാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ വെച്ചാൽ ഇത് നമുക്ക് ഈ സെക്ഷൻ നമുക്ക് ഇതോടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇനി പ്ലാൻസ്വിഫ്റ്റ് എടുക്കുകയാണ്. പ്ലാൻസ്വിഫ്റ്റിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, സ്കെയിലിംഗ് സെറ്റാക്കി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മാനുവൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്കെയിലിംഗ്. ഞാൻ എപ്പോഴും അഡാപ്റ്റ് ചെയ്യുന്നത് മാനുവൽ സ്കെയിലിംഗ് ആണ്. സോ മാനുവൽ സ്കെയിലിങ്ങിൽ ഏതെങ്കിലും എക്സ് ആക്സിസിലും അതേപോലെ തന്നെ വൈ ആക്സിസിലും ഉള്ള രണ്ട് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എക്സ് ആക്സിസിൽ എടുക്കുന്നതും അതേപോലെ വൈ ആക്സിസിൽ എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ സ്കെയിലിംഗ് സെറ്റ് ചെയ്യുകയാണ് ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു എക്സ് ആക്സിസിലുള്ള വാല്യൂസ് എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിൽ 8.5 എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. 8.5 ഞാൻ താഴെ കുറച്ചും കൂടി ഇവിടെ നമുക്കൊരു 8.9 ഒരു താഴത്തെ വാല്യൂ ഒന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് കിട്ടണം. എന്നാലേ നമുക്കൊരു 8.9 ആണ് കൊടുത്തിട്ടുള്ളത്. 8.9 മെഷർമെൻറ്റ്സിൽ കാണുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യുക. അതേതാണ് ഷിഫ്റ്റ് അമർത്തിയാൽ അത് ഇങ്ങനെ വളഞ്ഞ് ഇതാവണേന് നമുക്ക് എന്താവും, മറ്റോടെ നമ്മൾ ഓർത്ത് ഓണാക്കാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഷിഫ്റ്റ് അമർത്തിയാൽ മതി കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഷിഫ്റ്റ് അമർത്തിയാൽ കിട്ടും. ഇതേപോലെ നമുക്ക് എന്താണ് വൈ ആക്സിസിലും ഇതേപോലെ ഒന്ന് സെറ്റാക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും സ്കെയിലിംഗ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിലും ഫ്രം ദ ബിഗിൻ നമ്മളപ്പോൾ സ്കെയിലിംഗ് പ്രൊസീജിയർ ചെയ്യണം. സ്കെയിലിംഗ് പ്രൊസീജിയർ ചെയ്യാതെ ഒരിക്കലും നമ്മൾ മെഷർമെൻറ്റിലോട്ട് കടക്കാൻ പറ്റില്ല. കാരണം അവരതിന് സ്കെയിലിംഗ് ആവശ്യപ്പെട്ടു. പിന്നെ ഒരു മെഷർമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിലിംഗ് ആണ് അവിടെ ചെയ്യണം. നമ്മളിപ്പോൾ ഓട്ടോകാഡിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് എല്ലാം UN എൻ്റർ അമർത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതേപോലെ തന്നെ അവിടെ സ്കെയിലിംഗ് പ്രൊസീജിയർ ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം ഞാൻ ഏരിയ ഈ ഒരു ഇൻലെറ്റ് ചാമ്പർ ഉയർന്ന ഒരു വാല്യൂ ഞാൻ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഏരിയ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഓട്ടോകാഡിൽ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സൽ ഷീറ്റിലോട്ട് കൺവേർട്ട് ആവില്ല. നമ്മളെന്ത് ചെയ്യണം, എക്സൽ ഷീറ്റ് എടുത്തിട്ട് അതിൽ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷന്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതേപോലെ റേറ്റ്, അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്തിടേണ്ടി വരും. എന്നാൽ ഇത് എസ്റ്റിമേഷനിൽ പ്ലാൻസ്വിഫ്റ്റ് എസ്റ്റിമേഷനാണെങ്കിൽ ഡയറക്റ്റ് പ്ലാൻസ്വിഫ്റ്റിലോട്ട് ഇത് എസ്റ്റിമേഷനായിട്ട് പോകും. എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടാബിൾ പറഞ്ഞാൽ നെയിം, ഡിസ്ക്രിപ്ഷൻ, ടേക്ക് ഓഫ്, യൂണിറ്റ്, അങ്ങനെയല്ല. ഇതിലൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇൻലെറ്റ് വിയർ ചാമ്പറിൻ്റെ ഏരിയ എടുക്കുക. ഏരിയ എടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഏരിയ കാണുന്നത് എങ്ങനെയാണ്, പേര് കൊടുക്കുക. പേര് ഏതാണോ ആ ഒരു പർട്ടിക്കുലർ നെയിം കൊടുത്ത ശേഷം ഞാൻ കളർ മാറ്റണമെങ്കിൽ മാറ്റാം, കളർ മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പേര് എന്താണോ വേണ്ടത്, ഏരിയ 1, ഏരിയ 2, അല്ലെങ്കിൽ ഇൻലെറ്റ് വിയർ ചാമ്പറിൻ്റെ ഏരിയ, അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ശേഷം നമുക്കിത് പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തിടാം. ഈ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏരിയ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ആവാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിക്കുക, മാഗ്നിഫൈന് മറക്കണ്ട. ദെൻ ഇതാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ. ഇതിങ്ങനെയാണ് നമ്മൾ പ്ലാൻസ്വിഫ്റ്റിൽ ഏരിയ കാണുന്നത്. അത് തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് കിട്ടി, കൺസിഡർ ചെയ്ത ഏരിയ കിട്ടി. ഇനി ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് അമർത്താം. ഇതിവിടെ അമർത്തിയിട്ട് എസ്കേപ്പ് അമർത്താം. ഇതിലോട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഷീറ്റിൽ കിട്ടിയിട്ടുണ്ടാകും 68.9 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്കുള്ളത്. നമുക്ക് എസ്റ്റിമേഷൻ ടാബിൽ പോയി നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയ 1ൻ്റെത് കണ്ട അതിൽ എത്ര സ്ക്വയർ മീറ്റർ അടക്കം യൂണിറ്റ് അടക്കം നമുക്കവിടെ കിട്ടിയിട്ടുണ്ടാകും. ഇത് ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാം, എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇത് നമുക്ക് ലേബൽ കൊടുത്തിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം,
ഷോ ലേബൽ കൊടുക്കുക. അങ്ങനെ നമുക്ക് കാണാവുന്ന രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഷോ ലെജൻഡാണ് കൊടുക്കുന്നത് വെച്ചാൽ ഷോ ലെജൻഡ് കൊടുക്കുക. ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താലോ അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താലോ മനസ്സിലാവും ഇന്നതിൻ്റെ ഏരിയയാണ് നമ്മളെന്ത് ചെയ്തത്, നമ്മൾ കൺസിഡർ ചെയ്തത് ഇന്നതിൻ്റെ ഏരിയയാണ് നമ്മൾ അവിടെ കൊടുത്തത് എന്നൊക്കെ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു കൊടുത്താൽ മതിയാവും. ആ ഒരു കളറിൻ്റെ ഇതും അതേപോലെ നമുക്ക് ആ ലെജൻഡ് മാത്രം മതി, ലേബൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ എസ്റ്റിമേറ്റിംഗ് ടാബിൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ടു എക്സൽ. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ സിസ്റ്റമാണ്, കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീഡായിട്ടാണ് നമുക്ക് അവിടെ പോയിട്ട് എന്താ പറയുക എക്സലിലോട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഈ ഒരു ഷീറ്റ് എങ്ങനെയാണോ ആ ഒരു ഷീറ്റ് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിലെന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ അഡീഷൻസോ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്കിതിവിടെ എക്സൽ ഷീറ്റിൽ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി കൊടുക്കാം. അതിൽ കളർ എന്നുള്ള